ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ യാത്ര പോകുന്നതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ബാഗ് പാക്ക് ചെയ്യണം, വീടെല്ലാം ഒന്ന് ഒതുക്കണം, എല്ലാ കാര്യങ്ങളും വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ നമ്മുടെ പെറ്റ്സിനെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം, പെറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ വൈകുന്നേരമാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ നാളെ ഒരു 4 മണിക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു 3-2:30 ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം ഇപ്പോൾ ഈ ഒരു സമയം മുതലേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഡോഗ്സിനെ വളർത്തുന്നുണ്ട്, ക്യാറ്റ്സിനെ വളർത്തുന്നുണ്ട്. അതിൽ ഡോഗിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 പപ്പീസാണ് നമുക്കുള്ളത്. അതായത് 2 വലിയ പട്ടികളും 2 കുഞ്ഞു പപ്പികളാണ് നമുക്കുള്ളത്. അപ്പോൾ 2 വലിയ പപ്പീസിനെ നമ്മുടെ കസിൻ നോക്കിക്കോളും. ഈ ഒരാഴ്ച കംപ്ലീറ്റ് നമ്മുടെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ ആള് ഫുഡൊക്കെ കൊടുത്ത് നോക്കിക്കോളാം എന്നാണ് ഏറ്റിരിക്കുന്നത്. ബാക്കി 2 കുഞ്ഞു പപ്പീസിനെ നമ്മുടെ ഒരു ആന്റിയുടെ വീട്ടിലാണ് നമ്മൾ കൊണ്ടുവന്ന് ആക്കുന്നത്. അതായത് നമ്മളിവിടെ ആന്റി നമ്മുടെ വീടിനടുത്താണ് താമസിച്ചിരുന്നത്. ഇപ്പൊ അവരവിടെ നിന്ന് താമസം മാറി വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ നമുക്കത് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പോൾ വേറെ സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് കുറച്ച് ദൂരമുണ്ട് അവിടെ വരെ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ അത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഈ ഒരാഴ്ച കംപ്ലീറ്റ് ഈ കുഞ്ഞു പപ്പീസിനെ അവർ നോക്കിക്കോളും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഡോഗ്സിന്റെ കാര്യങ്ങൾക്ക് നമുക്ക് വേറെ പേടിയും പരിഭവമൊന്നുമില്ല. ഇനി നമ്മൾ വളർത്തുന്ന പൂച്ചകളുണ്ട്. അപ്പോൾ 2 പേരെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വളർത്തുന്നതെങ്കിലും ഈ ഒരു പെൺപൂച്ച ആയതുകൊണ്ട് അതിങ്ങനെ പ്രസവിച്ച് നാടിനുള്ള കുഞ്ഞുങ്ങളാണ് മൊത്തം. എന്നാലും പ്രധാനമായിട്ട് ആ 2 പൂച്ചകൾക്ക് ഇവിടെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ കുഞ്ഞമ്മ ഒക്കെ ഉണ്ട്. അപ്പോൾ അവര് ഫുഡ് കൊടുത്തോളും. അപ്പോൾ നമ്മുടെ ഈ പെറ്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് അധികം അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അവരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ യാത്രകൾ നടക്കും. നമ്മുടെ പെറ്റ്സിനെ, നമ്മുടെ മക്കളെയൊക്കെ നോക്കാനും അവരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കുന്ന കാര്യം നടക്കും. അപ്പോൾ ഇന്നിപ്പോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ 2 പപ്പീസ് ഉണ്ടല്ലോ. അപ്പൊ ആ 2 പപ്പീസിനെയും നമ്മുടെ ആന്റിയുടെ വീട്ടിൽ കൊടുക്കണം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത്. അവരിവിടെ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ തിരിച്ച് ആ വീട്ടിൽ കൊണ്ടുപോകുന്നതിന്റെ കൂടെ നമ്മൾ 2 പപ്പീസിനെയും കൊണ്ടുപോകും. അവരുടെ ചെറിയ കൂടുണ്ടല്ലോ അത് കൊണ്ടുപോകും. പിന്നെ അവർക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടി ചോറ് വെക്കണമല്ലോ. അപ്പോൾ എക്സ്ട്രാ കുറച്ച് അരിയും അങ്ങനെയൊക്കെ കുറച്ച് അവന്മാരുടെ ഫുഡ് കുറച്ച് വാങ്ങിക്കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ വലിയ പപ്പീസിനെയൊക്കെ നമ്മുടെ കസിൻ നോക്കിക്കോളുമല്ലോ. അതിന് വേറെ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. നമ്മുടെ ഇവിടെ അടുത്തായിട്ട് തന്നെ പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുക്കുന്ന ഒരു കടയുണ്ട്. ദൈവഭാഗ്യം അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പം അതുള്ളത് കൊണ്ട് നമുക്ക് പേടിക്കേ വേണ്ട സത്യം പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെറ്റ്സിനെ കൊണ്ട് കൊടുക്കാൻ പോകുന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പതുക്കെ ഓരോ പ്രിപ്പറേഷൻസ് ഈ വീഡിയോയിലൂടെ കാണാം. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുന്നതിന്റെ ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പതിയെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ പെറ്റ്സിനെല്ലാം ഒരു ഹോസ്റ്റലിലാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ വീടിനടുത്തായിട്ട് അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ സിറ്റി വരെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെ സിറ്റിയിലുള്ളൊരു ഹോസ്റ്റലിലാണ് നമ്മുടെ പെറ്റ്സിനെ നമ്മൾ സ്ഥിരമായി ആക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരുമായിട്ട് നല്ല പരിചയത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഹോസ്റ്റൽ അങ്ങ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പെറ്റ്സിനെ നമ്മൾ ഹോസ്റ്റലിലാക്കാറില്ല. ഇതുപോലെ നമ്മുടെ പെറ്റ്സിനെ നല്ലപോലെ നോക്കുമെന്ന് വിശ്വാസമുള്ളവരെ മാത്രം ഏൽപ്പിച്ചിട്ടേ നമ്മൾ യാത്ര പോവുള്ളൂ. അമ്മ പോയിട്ട് വരട്ടേടി ചുന്തിരി അമ്മ പോട്ടാ. അങ്ങനെ നമ്മുടെ പപ്പീസിനെ ആൻറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവന്മാരുടെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ പപ്പീസിനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലെത്തി. അവിടെ ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. സമയം ഇപ്പോൾ 11:15. ഞങ്ങൾ പപ്പീസിനെല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ബാക്ക് പാക്ക് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാന്നാണ് വിചാരിച്ചത്. ആവശ്യമുള്ള എല്ലാം ബാഗിൽ പാക്ക് ചെയ്തിട്ട് കിടക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ സമയം ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നമ്മൾ പാക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ നമ്മളൊന്ന് ഉറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് ബാക്കി നാളെ രാവിലെ കാണാം. എൻ്റെ ബാക്കിൽ കണ്ടോ, വീടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തും ഒക്കെ ഭയങ്കര അലങ്കോലമായി കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അത് അടുത്ത പരിപാടിയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് നാളെയാണ് ചെയ്യാനുള്ളത്. ഇന്ന് എന്തായാലും നമ്മൾ നല്ല ടയേർഡ് ആയതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം.
ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. സമയം ഇപ്പോൾ 7:45. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാനുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള സമയമുണ്ട്. അതുകൊണ്ടെല്ലാം വളരെ സമാധാനത്തിൽ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് തയ്യാറാക്കി എൻ്റെതും അനൂപിൻ്റെതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിൻ്റെ കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഓർമ്മയിൽ വന്ന എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോഴൊന്ന് നോട്ട് ചെയ്ത് അതൊക്കെ മറക്കാതെ നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അതെല്ലാം ഓർത്തെടുക്കണം. മറന്നുപോയത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ ഓർമ്മ വരുന്നില്ല. എന്തായാലും നമ്മൾ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആ ലിസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്. തുണിയുടെ വേസ്റ്റും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. പിന്നെ നമ്മുടെ ജനലൊക്കെ നെറ്റിട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് ഓപ്പൺ ചെയ്തിട്ടിരിക്കും നമ്മൾ. പക്ഷേ പുറത്ത് പോകുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തിട്ട് പോവുള്ളൂ. അപ്പോൾ ഇതെല്ലാം വീടിന് ചുറ്റും എല്ലാ ജനലും അടയ്ക്കണം. ഗ്യാസ് ഓഫ് ചെയ്യണം. അങ്ങനെയുള്ള ചെറിയ പരിപാടികളുണ്ട്. പിന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവണം. എനിക്ക് ഹെയർ ഒന്ന് ഷാമ്പൂ ചെയ്യണം. അപ്പോൾ അതൊക്കെയുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ പതുക്കെ ചെയ്യും. നമുക്ക് വൈകുന്നേരം ഒരു 4 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഒരു 3 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പ്ലാൻ. എല്ലാ കാര്യങ്ങളും സമാധാനത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ശരി, നമുക്കിനി കൂടുതൽ സംസാരിച്ചിരിക്കേണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അനൂപിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞതായി ഈ സെക്ഷനിലാണ് അനൂപിൻ്റെ ഡ്രസ്സെല്ലാം ഇരിക്കുന്നത്. ഇനി ഇവിടെ എനിക്ക് എൻ്റെ ഡ്രസ്സെല്ലാം ഇവിടെയാണ് വയ്ക്കുന്നത്. എല്ലാം ഞാൻ വെക്കുന്നില്ല, എൻ്റെ ചുരിദാർ മാത്രമേ ഇതിനകത്ത് വെക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എക്സ്ട്രാ ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് പാൻറ്റ്, പിന്നെ ഷോർട്ട്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഷർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ ഇന്നേഴ്സും അങ്ങനെയുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം അനൂപ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിവിടെ പാക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ താഴോട്ട് പോവാണ്. താഴെ പോയിട്ട് എൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാം. ബാഗിൽ എൻ്റെ ബാഗ് ഇതാണ്. ഇതിൽ ഞാൻ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. സൽവാറൊക്കെ ഞാൻ ഇതിലാണ് വെച്ചത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ആ ബാഗിൽ ഒരു സൈഡിൽ ഇത്രയും സൽവാർ മാത്രം വെക്കാൻ വിചാരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ബാക്കി നമ്മൾ വീട്ടിലിടുന്നത് പോലത്തെ തുണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇതിൽ വെക്കാം. പിന്നെ ബാക്കി എനിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സൽവാറൊക്കെ എടുത്ത് അതിലോട്ട് മാറ്റി വയ്ക്കട്ടെ. നമുക്ക് 2 പേർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ നോട്ട് ചെയ്തൊരു ലിസ്റ്റ് പോലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ നോക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ബാഗിലേക്ക് പാക്ക് ചെയ്യുന്നത്. ഈ സൈഡിലായിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സിബുണ്ട്, അത് വെച്ച് ഞാൻ ക്ലോസ് ചെയ്തു കണ്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ സേഫ് ആയിട്ടുള്ളൂ. ബാക്കി ഈ സൈഡിൽ ഇനി അനൂപിന് എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ അനൂപ് വെക്കട്ടെ. അപ്പോൾ ഈ ബാഗിൽ എനിക്ക് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി എൻ്റെ ബാഗിൽ വെക്കാനുള്ളതും കൂടെ ഒന്ന് പാക്ക് ചെയ്യാം. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. മാത്രമല്ല വീട്ടിലുണ്ടായിരുന്ന ഒരുവിധം ജോലികളൊക്കെ ഒതുക്കി എല്ലായിടും നല്ലപോലെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. മാത്രമല്ല നമ്മളും ഒന്ന് റെഡിയായി. ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ നമുക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ യാത്ര പോകുന്നതുകൊണ്ട് പുതിയതായിട്ട് കിച്ചണിലേക്ക് യാതൊരു സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ആകെപ്പാടെ സോയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഞങ്ങൾ കരുതിയത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്നാണ്. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. തൽക്കാലം സോയ വെച്ചിട്ടൊരു കറി മാത്രം വെച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. സമയം ഇപ്പോൾ 2 മണിയാവാൻ പോകുന്നു. ചെറുതായിട്ടൊന്ന് വിശപ്പടിച്ചു തുടങ്ങി. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കറികളൊന്നും വെച്ചില്ല. ഇന്നിപ്പോൾ സോയ മാത്രമാണ് വെക്കുന്നത്. ഇപ്പോൾ ഉള്ളൊരു വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രം. ഇനി പുറത്തോട്ട് പോകുമ്പോൾ വിശക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വെളിയിൽ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ ട്രെയിനിൽ കയറിയതിന് ശേഷം കഴിക്കാം. ഇപ്പോൾ തൽക്കാലം ചെറിയൊരു വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ സോയ മാത്രമേ കഴിക്കുന്നുള്ളൂ. വെജിറ്റബിൾസ് ഒന്നുമില്ല, കാരണം നമ്മൾ പുതിയതൊന്നും വാങ്ങിയില്ല. കാരണം ഒരാഴ്ച നമ്മൾ കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊന്നും വാങ്ങിയില്ല. ഇരുന്ന വെജിറ്റബിൾസൊക്കെ എല്ലാം ഇന്നലത്തോടെ അങ്ങ് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സോയ മാത്രമാണ് വയ്ക്കുന്നത്. ഇതും കുറച്ച് മില്ലറ്റ്സും കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കട്ടെ. ഞങ്ങൾ ഇതൊന്ന് റെഡി ആയാലേ കഴിക്കാൻ പറ്റുള്ളൂ. ഫൈനലി നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ സമാധാനത്തിൽ ചെയ്തിറങ്ങാൻ പറ്റി. വീടെല്ലാം ക്ലീൻ ചെയ്തു, നമ്മുടെ പപ്പീസിനൊക്കെ ഫുഡ് കൊടുത്തു, എല്ലാം പാക്ക് ചെയ്തു, ഞങ്ങളും ഇറങ്ങി. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. കഴിഞ്ഞ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു മെറ്റീരിയൽ. അപ്പോൾ ആ ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി ട്രെയിനിൽ പോയിട്ട് ഇത് മാറ്റും.
ട്രെയിനിൽ കയറിയതിന് ശേഷം ഇത് മാറ്റും. അപ്പോൾ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ടൈമിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അത്രേ ഉള്ളൂ. ലാസ്റ്റ് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ കാണുമല്ലോ എടുത്ത് വെക്കാനായിട്ട്, നമ്മളൊന്ന് ഒരുങ്ങി ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനേ ഉള്ളൂ. ബാക്കി എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ റിലേറ്റീവും കൂടെയാണ്. അപ്പോൾ ആളാണ് നമ്മളെ കൊണ്ടുവന്നാക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ. ആദ്യം നമ്മൾ ഊബർ ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഇടാൻ നോക്കി, പക്ഷേ നല്ല റേറ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ച് നോക്കി. നമ്മുടെ കസിനും കൂടെയാണ് ആള്. അപ്പോൾ ആളാണ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഞാനും അനൂപും നമ്മുടെ 2 ഫ്രണ്ട്സും അങ്ങനെ 4 പേര് ഒരുമിച്ചാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ആദ്യം ഞങ്ങൾ ഊബർ ടാക്സി നോക്കിയെങ്കിലും പിന്നീട് നമ്മുടെ കാറിൽ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനായിട്ട് ഊബർ ടാക്സി നോക്കിയപ്പോൾ 900 സംതിങ് രൂപയാണ് കാണിച്ചത്. അതായത് ഏകദേശം 1000 രൂപ തന്നെ ഉണ്ട്. നമുക്ക് 3 പേർക്കും കൂടെ ഷെയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പല സ്ഥലങ്ങളിലായിട്ട് ഓരോരുത്തരെ ചെന്ന് പിക്ക് ചെയ്തൊക്കെ വരുമ്പോൾ നല്ലപോലെ ലേറ്റ് ആവും, നല്ലപോലെ ടൈം വേസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഊബർ ടാക്സി ഒഴിവാക്കി നമ്മുടെ കാറിൽ തന്നെ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ കസിനാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലാക്കാനായിട്ട് വന്നിരിക്കുന്നത്. വൈകുന്നേരം 4:30 നമ്മുടെ ട്രെയിൻ ടൈം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ സ്ഥിരമായി കിട്ടുന്ന ട്രാഫിക്കും തിരക്കും കാരണം ഒരുപാട് ലേറ്റ് ആവാതിരിക്കാനായിട്ട് ഞങ്ങൾ 1 മണിക്കൂർ മുന്നേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷനും ഇല്ലാതെ ട്രാഫിക്കും ഇല്ലാതെ ഞങ്ങൾ കൃത്യസമയത്തിന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ബാക്കിയുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്തു. അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു. അങ്ങനെ നമുക്കെല്ലാവർക്കും അടുത്തടുത്തുള്ള സീറ്റൊക്കെ തന്നെയാണ് കിട്ടിയത്. എന്നാലും 2-3 പേർക്കൊക്കെ 2-3 കമ്പാർട്ട്മെൻറ്റ് മാറിയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ട്രെയിനിൽ കയറിയ ഉടനെ അടുത്ത നമ്മുടെ പരിപാടി സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ മൂവായി തുടങ്ങി. കൃത്യം 4:45 കഴിഞ്ഞപ്പോൾ ട്രെയിൻ മൂവായി തുടങ്ങി. ഇനി നാളെ രാവിലെ 8:30 നമ്മൾ ബാംഗ്ലൂർ എത്തുള്ളൂ. സാധാരണയായി നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കഴിക്കാനായിട്ടുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങി കരുതുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും രാത്രി കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്നാക്സ് മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട്സ് എല്ലാവരും കൊണ്ടുവന്ന ഫുഡ് തന്നെ നമുക്ക് എല്ലാവർക്കും വയറ് നിറയെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങേണ്ടിയും വന്നില്ല. അതായിരുന്നു നമ്മുടെ ഡിന്നർ. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. അറൈവൽ ടൈം കാണിച്ചത് രാവിലെ 8:30 ട്രെയിൻ അങ്ങനെ ലേറ്റ് ആവാതെ കൃത്യസമയത്ത് തന്നെ KSR റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ ഊബർ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്ക്. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ എത്തി. KSR റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങിയത്. 8:30 ആ ടൈം പറഞ്ഞിരുന്നത്. കറക്റ്റ് സമയത്തിന് തന്നെ ട്രെയിൻ എത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ടാക്സിയിൽ ഇനി നമ്മുടെ റൂമിലേക്ക് പോവാണ്. നമ്മൾ 2 റൂം നോക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ നേരിട്ട് റൂം കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം 2 റൂം നോക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ റൂമിലൊന്ന് പോയി നോക്കും. അവിടെ റൂമെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള ഫെസിലിറ്റിയൊക്കെ മതി. ഒരുപാട് വലിയ റൂമൊന്നും വേണമെന്നൊന്നുമില്ല. എന്നാലും ചെറിയൊരു ഫെസിലിറ്റിയൊക്കെ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ബുക്ക് ചെയ്ത റൂമിലോട്ട് പോകും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ മൊത്തം കറങ്ങുക എന്നുള്ളതാണ്. ഞാൻ വ്ളോഗിൽ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ബാംഗ്ലൂരാണ് വന്നത് കേട്ടോ. ബാംഗ്ലൂർ ഇന്നിവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ പിന്നെ വേറെയും സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ വേറെ സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് നമ്മളെ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആളിവിടെ ആണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ലീവൊക്കെ എടുത്തിട്ട് എന്നെ കാണാൻ വരും. അപ്പോൾ ഞാൻ ട്രെയിനിൽ ഇരുന്ന് തന്നെ എല്ലാം ഒന്ന് റെഡി ആക്കി ചെയ്ത് നമ്മൾ റൂമിൽ പോയതിന് ശേഷം ഒന്ന് ജസ്റ്റ് നമ്മുടെ ലഗേജ് ഒക്കെ ഒന്ന് വെക്കണം. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആവണം. ഇനി നേരെ ഒരു 9-10 മണിക്കകത്ത് തന്നെ നമ്മൾ MG റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. MG റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആളെ നമുക്ക് മീറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ റൂമിലോട്ടൊന്ന് പോട്ടെ.
അപ്പോൾ യാത്രയൊക്കെ ഒരു അടിപൊളി യാത്രയായിരുന്നു. അത്യാവശ്യമൊക്കെ ഉറങ്ങാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ചെറിയ ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടം വരെ എത്താനായിട്ട്. ആദ്യം എടുത്ത റൂം ഇതിനകത്തോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ദൂരം നടക്കണം. റോഡൊക്കെ ഇവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതിനകത്തൂടെയൊക്കെ നടന്ന് ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം നോക്കിയ റൂം തൽക്കാലം എടുക്കുന്നില്ല. നമ്മളിനി അടുത്ത റൂമിലോട്ട് പോവാണ്. നമ്മൾ രണ്ടാമത്തെ ഹോട്ടലില്ലേ, അവിടെയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകണം. ഞാൻ ഞങ്ങളങ്ങനെ റെഡിയായ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ജസ്റ്റ് ട്രെയിനിൽ കയറി കുറച്ച് നേരം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇത് ഇട്ടോളൂ. അപ്പോൾ ഇന്നും കൂടെ ഇതിടാമെന്ന് വിചാരിച്ചു. ചുമ്മാ എന്തിനാണല്ലേ ചുമ്മാ ഡ്രസ്സ് ഇട്ടിട്ട് അതില്ലാതാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുൾ ഡേ എന്തായാലും അലയണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മഴക്കാവട്ടെ, എന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. ഇനി നമ്മൾ നേരെ എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ. നമ്മളങ്ങനെ നടന്ന് മന്ത്രി സ്ക്വയർ സ്റ്റാമ്പിങ്ങോ ഇങ്ങനെ വായിക്കണത്. നമ്മൾ അവസാനം മെട്രോയിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് 2 സ്റ്റോപ്പേ ഉള്ളൂ എം ജി റോഡിലോട്ട് പോകാനായിട്ട്. ഇതിൻ്റെ പേര് എനിക്ക് വായിച്ചിട്ട് എങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാംബിങ് മന്ത്രി സ്ക്വയർ മെട്രോ സ്റ്റേഷൻ, അത്ര ഞാൻ തന്നെയല്ലേ. മന്ത്രി സ്ക്വയർ സാംബിഗെ മെട്രോ സ്റ്റേഷൻ, അവിടെ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിനി നേരെ മെട്രോയിൽ കയറി എം ജി റോഡിലോട്ട് പോകണം. എം ജി റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുകയാണേ. പോവാം. ഇത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മനസ്സിലാവും നമുക്ക് അവിടെയാണ് ഇറങ്ങേണ്ടതെന്ന്? ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പാണ് മെജസ്റ്റിക്. ആ മെജസ്റ്റിക്കിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ വീണ്ടും ഇവിടെ ഒരു ഗ്രീൻ ലൈനാണ്. ഇനി അടുത്തതൊരു പർപ്പിൾ ലൈനിലോട്ട് ചേഞ്ച് ചെയ്ത് അവിടെ നിന്നാണ് പിന്നെ നമുക്ക് എവിടെ പോകുന്ന എം ജി മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വരണേ നമ്മളിവിടെ? ഏത് കമ്മൽ? ഇല്ല കമ്മലൊന്നുമില്ല. ഉണ്ടോ? ഏത് കമ്മൽ? ഞാൻ 2 കമ്മൽ കിട്ടും. പഴയത് പണ്ടിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി മെജസ്റ്റിക്ക് പോകണം. മെജസ്റ്റിക്കിൽ നിന്ന് ഇനി നമ്മൾ അടുത്ത പർപ്പിൾ ലൈനിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് എം ജി റോഡിൽ പോകണം. എന്തൊക്കെയാണോ. നമുക്ക് നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകാനുള്ളത്. നമ്മുടെ റൂമിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മെട്രോയിൽ കയറി നേരെ എം ജി റോഡിലേക്ക് പോകുന്നത്. ഇവിടെ വമ്പൻ ക്യൂ തന്നെ ഉണ്ടല്ലേ. ഞങ്ങളങ്ങനെ രണ്ടാമത്തെ മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഗ്രീൻ ലൈനിൽ നിന്ന് മാറി പർപ്പിൾ ലൈനിലേക്ക് വന്നു. ഇവിടെ മെട്രോയിൽ കയറാനായിട്ട് നല്ല തിരക്കുണ്ട്. മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. ആളുകളെല്ലാം ക്യൂ നിന്നാണ് മെട്രോയിലേക്ക് കയറുന്നത്. ആ തിരക്ക് കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ക്യൂ ഉണ്ടായിരുന്നു. ഫൈനലി നമ്മൾ എം ജി റോഡ് മെട്രോ സ്റ്റേഷനിലെത്തി. എൻ്റെ അമ്മോ, എന്തൊക്കെ കടമ്പകൾ കിടക്കണമല്ലേ അതിന് പോകാനായിട്ട്. ഒരിടത്ത് കയറണം, വേറൊരിടത്ത് കയറണം, അങ്ങനെ അവസാനം ഞങ്ങൾ എത്തി. ഒരാൾ ചോദിക്കുമ്പോൾ ഒരു അഭിപ്രായം പറയും, വേറൊരാൾക്ക് ചോദിക്കുമ്പോൾ വേറെയാണ് വഴി പറയാം. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം ഞങ്ങൾ എത്തി. അപ്പോൾ ഇനി ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് മെട്രോയിൽ നിന്ന് വെളിയിൽ ഇറങ്ങട്ടെ. എടുക്കണോ? ഓക്കെ.
അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ശിവജി നഗറിലോട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വന്നതിന് ശേഷം നമ്മൾ നേരെ ഇനി ശിവജി നഗറിലോട്ടാണ് പോകുന്നത്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ശിവജി നഗറിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞു. വിശന്ന് അലഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് കരുതി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോൾ കൂടുതലും ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോയത്. അവിടെയുള്ള കടകളെല്ലാം നല്ലപോലെ ഒന്ന് അരിച്ചു പറക്കി. ഈ പ്രാവശ്യം വന്നപ്പോൾ ശിവജി നഗറിലേക്ക് പോകാനാണ് കൂടുതലും ഞങ്ങൾ പ്ലാൻ ചെയ്തത്. രാവിലെ ഞങ്ങൾ ശിവജി നഗറിനകത്ത് കയറിയതാണ്. ഒരുപാട് കടകളുണ്ട്. അതെല്ലാം കണ്ടു വന്നപ്പോൾ തന്നെ നല്ല സമയമെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോയി. അവിടെയും ഞങ്ങൾ ഒരുപാട് ചുറ്റിക്കറങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് മുഴുവനും നടത്തുമായിരുന്നു ജോലി. അങ്ങനെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. എന്നാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചു. അത് നമ്മൾ അടുത്ത ദിവസം വന്ന് വാങ്ങാമെന്നുള്ള പ്ലാനും ഇട്ടു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് 3 പേർക്ക് നല്ലപോലെ വിശന്നു തുടങ്ങി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇതുവരെയും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. താജ് ഹോട്ടൽ ഒഴിവാക്കി ഞങ്ങളൊരു പുതിയ സ്ഥലത്തേക്കാണ് വന്നത്. ഇന്ന് പകൽ സമയം മുഴുവനും അങ്ങനെ കാര്യമായിട്ടുള്ള വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ഞങ്ങൾ നടന്നിട്ടും അത്ര അങ്ങോട്ട് ടയേർഡൊന്നും ആയില്ല. എന്നാലും മഴക്കോൾ ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ ചെറിയൊരു മഴയും തുടങ്ങി. അങ്ങനെ എല്ലാ ക്ലൈമറ്റും കിട്ടി. ഇവിടെ ഇങ്ങനെ ക്ലൈമറ്റ് അപ്പോഴപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകാനും ശിവജി നഗറിൽ പോകാനും അവിടെ എല്ലാം നല്ലപോലെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനും നല്ല നല്ല സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കഴിക്കാനും സാധിച്ചു. അങ്ങനെ ഒരുപാട് നേരം നമ്മുടെ ഫ്രണ്ടുമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ആള് നേരെ PGയിലേക്ക് പോയി. നമ്മളിപ്പോൾ നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ എത്താറായി. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യണം. മാത്രമല്ല നമ്മുടെ വ്ലോഗ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.